അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ സാധാരണ ഒരു മനുഷ്യന്റെ പരാജയത്തിലേക്ക് നയിക്കുന്ന വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു. തലാസുൻ ഹുന്ന മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ആ 3 എണ്ണവും ഒഴിവാക്കേണ്ടതാണ്. വസലാസുൻ മുൻജിയാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതേ മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ എണ്ണി പറഞ്ഞു. ശുഹുൻ മുതാഅ്, വിധേയപ്പെടുന്ന രീതിയിലുള്ള പിശുക്ക്. പലതിലുണ്ട് പിശുക്ക്. പിശുക്ക് എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ മാത്രമുള്ള പിശുക്കല്ല, പിന്നെ വിവാദത്തിൽ ആരോഗ്യവും സൗകര്യവും സംവിധാനം ഒക്കെ ഉണ്ടായാലും പിശുക്ക് അല്ലേ? നിങ്ങൾ നോക്ക്, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ എത്ര ആളുണ്ടാവും? ആരോഗ്യമില്ലാത്തോണ്ടാ, ഒഴിവില്ലാത്തോണ്ടാ, കഴിവില്ലാത്തോണ്ടാ നമ്മൾ പിശുക്ക്. ഇനി സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒരു അത്തഹിയാത്തൊക്കെ ചൊല്ലിയിട്ട്, ഒരു സ്വലാത്തൊക്കെ ഒന്ന് ചൊല്ലിയിട്ട്, ഒന്ന് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്നൊരു ആലിന്റെ പേരിലുള്ള സ്വലാത്തല്ല നമുക്ക് പിശുക്ക്. ഇതാപ്പ റമളാൻ വരാൻ പോകുന്നു. റമളാനില് മുമ്പൊരാളോട് ചോദിച്ച പോലെ കഴിഞ്ഞ റമളാനിൽ ഏതെങ്കിലും തറാവീഹിന്റെ ഈ 2 റക്അത്തിൽ ഏതെങ്കിലും ഒരു റക്അത്തിൽ വജ്ജത്ത് ഓതിയെന്ന് ചോദിച്ചപ്പോ വജ്ജത്ത് ഓതാനും നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബിസ്മി തൊട്ട് ആമീൻ വരെയുള്ള ഒരു ചെറിയ ഫാത്തിഹ. ആ ഫാത്തിഹ എങ്ങനെങ്കിലൊക്കെ തീർന്ന് റെഡി ആയപ്പോഴേക്ക് റുക്കുവിലെത്തി. റുക്കുവെന്ന് കിട്ടി റെഡി ആയപ്പോഴേക്ക് ഇത്തിദാലും സുജൂദൊക്കെ അങ്ങനെ വരിയായി വന്നു. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളും അത്തഹിയാത്തൊക്കെ ഇമാം ഏറ്റെടുത്തോണ്ട് ഇയാളും വീട്ടിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഇമാം അത്തഹിയാത്തൊന്നും ഏറ്റെടുക്കൂല. അത്തഹിയാത്ത് ഓതേണ്ട പോലെ ഓതണം. അതിലെന്തൊരു പിശുക്കാണ്. ഒരു കാമിലായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ കിട്ടുന്നോ നമ്മളെ? ഇല്ല. ജനാസ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരാള് ഔദ് ഓതിയപ്പോ ഒരാള് ബാക്കിൽ നിന്ന് ഭയങ്കര ചർച്ചയാക്കി. മയ്യത്ത് നിസ്കാരത്തിൽ ഏറ്റവും പെട്ടെന്ന് നിസ്കരിച്ചാണ് പെട്ടെന്ന് സംഗതി സലാമത്താക്കേണ്ടടുത്ത് ഔദ് ഓതാണോ? ഔദ് ഓതൊരു സുന്നത്താണ്. വജ്ജത്ത് മയ്യത്ത് നിസ്കാരത്തിൽ ഇല്ല. ഔദ് സുന്നത്തുണ്ട്. ആ സുന്നത്ത് ഒഴിവാക്കാൻ വേണ്ടത്. അപ്പൊ ഇമാമ പറഞ്ഞു ഔദ് മാത്രല്ല സുന്നത്ത്, രണ്ടാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞാ നീണ്ട ദുആ, അത് നടത്തുന്നതിന് മുമ്പ് ഒരു സ്വലുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന്. ഹംദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്വലാത്ത്. ഈ സ്വലാത്ത് ചെല്ലുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു ഹംദ് അല്ല സുന്നത്തുണ്ട്. ആ സ്വലാത്ത് ചൊല്ലുമ്പോ തന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സലാമും കൂട്ടി പറയൽ സുന്നത്തുണ്ട് മയ്യത്ത് നിസ്കാരത്തിന്റെ സ്വലാത്തിൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നല്ല, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സലാമും കൂട്ടി